ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ. മേൽത്തരം ഫർണിച്ചറുകളുടെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം. സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ. അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ, ഗ്രാൻഡ് ഗാലക്സി തുറവൂർ. കേന്ദ്ര സർക്കാരിന്റെ കടൽ ഖനനത്തിനെതിരെ തീരദേശ ഹർത്താൽ, പാർലമെന്റ് എന്നിവയുടെ പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന വാഹനജാഥയ്ക്ക് ഫോർട്ട് കൊച്ചിയിൽ സ്വീകരണം നൽകി. കേന്ദ്ര സർക്കാരിന്റെ കടൽ ഖനനത്തിനെതിരെ ഫെബ്രുവരി 27 തീരദേശ ഹർത്താൽ, മാർച്ച് 12 പാർലമെന്റ് മാർച്ച് എന്നിവ വിജയിപ്പിക്കുന്നതിനായി മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി യേശുദാസ് പറപ്പള്ളി നയിച്ച കേരള ഫിഷറീസ് കോർഡിനേഷൻ ജില്ലാ കമ്മിറ്റിയുടെ വാഹന പ്രചരണ ജാഥയ്ക്ക് കമാലക്കടവ്, സൗദി, കണ്ണമാലി, കണ്ടക്കടവ്, ഗുണ്ടുപറമ്പ്, മാളികപ്പറമ്പ് എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ തീരദേശത്തെ ആകെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കടൽ ഖനനത്തിന് അനുമതി നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്ന നീല സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കകത്ത് കടലും കടലോരവും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്ന രീതിയിൽ നിയമനിർമ്മാണം പോലും നടത്തിക്കൊണ്ടാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനെതിരായുള്ള ശബ്ദം ഇന്ത്യയിലെ തീരദേശ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ വിശിഷ്യ കേരളവും ഒക്കെ നിരവധിയായ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുത്തു വരികയാണ്. നമുക്കറിയാം, നീലസമ്പദ് വ്യവസ്ഥ ആദ്യമായി ഈ ലോകത്തിന് തന്നെ പരിചയപ്പെടുത്തുന്നത് 1994 ബെൽജിയം സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഗുണ്ടർപോളി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ ലോകത്തിന് തന്നെ എന്താണ് നീലസമ്പദ് വ്യവസ്ഥ എന്ന നയം പരിചയപ്പെടുത്തിയത് തന്നെ. അതിൽ അദ്ദേഹം മാലിന്യ സംസ്കരണവും പ്രകൃതി സംരക്ഷണവും റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ, സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം അതിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആശയം എന്ന് പറയുന്നത് വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ യേശുദാസ് പറപ്പള്ളി, TK ബാസുരാദേവി, KJ ആന്റണി, EV സുധീഷ്, കുമ്പളം രാജപ്പൻ, VO ജോണി, AC ക്ലാരൻസ്, ML സുരേഷ്, NA ജെയിൻ, PS ഉദയഭാനു, KK അബ്ദുള്ള, ബേസിൽ മുക്കത്ത് എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം AITUC സംസ്ഥാന സെക്രട്ടറി എലിസബത്ത് അസീസി ഉദ്ഘാടനം ചെയ്തു. PV വിൽസൺ അധ്യക്ഷത വഹിച്ചു. BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തെ കരയിലെ സമ്പത്ത് മുഴുവൻ ചങ്ങാത്ത മുതലാളിമാർക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് കരയിലെ വിഭവങ്ങൾ കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി കടലിലേക്ക് കടക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി കടലിലെ അമൂല്യമായ സമ്പത്ത് തങ്ങളുടെ ചങ്ങാത്ത മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടും അത്തരം നീക്കങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ന്യൂസ് ബ്യൂറോ, കൊച്ചി.